പ്രിയപ്പെട്ടവരെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എന്തിനാണ് ജൂബിലി ആഘോഷിക്കുന്നത്? ചിലരൊക്കെ പറയും, എന്തിനാ ജൂബിലി? ഇതൊക്കെ പണച്ചെലവുള്ള പരിപാടിയല്ലേ? ഈ പണം എന്തിനാ ഇങ്ങനെ ചിലവാക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഒരിക്കൽ 2-3 സിസ്റ്റേഴ്സ് എന്നെ കാണാനായിട്ട് വന്നു. അവർ ജൂബിലേറിയൻസ് ആയിരുന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാ ജൂബിലി ആഘോഷിക്കുന്നത്? ഒരു സിസ്റ്റർ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഒന്ന് ചിരിച്ചു. ഉത്തരം ചിരി തന്നെയായിരുന്നു. രണ്ടാമത്തെ ആള് എന്തൊക്കെ പറയാൻ ശ്രമിച്ചു, പക്ഷെ ഒന്നും ശരിയായില്ല. മൂന്നാമതൊരാൾ വളരെ സ്മാർട്ടാണ്, ഇൻ്റലിജൻ്റ് ആണ്. ആ സിസ്റ്റർ യങ്ങായിരുന്നു. അവർ പറഞ്ഞു, എന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു: നമുക്കുണ്ടായ എഫാത്ത അനുഭവത്തിന് ദൈവത്തിനും മനുഷ്യർക്കും നന്ദി പറയാൻ വേണ്ടിയാണെന്ന്. എനിക്കത് പൂർണ്ണമായിട്ട് മനസ്സിലായില്ല. ഞാനപ്പോൾ ആ സിസ്റ്ററോട് പറഞ്ഞു, അതൊന്ന് മനസ്സിലാക്കി തരാമോ? അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ബധിരനും മൂകനുമായ ഒരാളെ കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കർത്താവ് അവനെ സ്പർശിച്ചു. അതിനുശേഷം അവിടെ നിന്ന് ഉറക്കെ ഉരുവിടുകയാണ്. എഫാത്ത ഗ്രീക്ക് വാക്കാണ്. അതിൻ്റെ അർത്ഥം തുറക്കപ്പെടട്ടെ എന്നായിരുന്നു. അപ്പോൾ ആ മനുഷ്യനോട് ക്രിസ്തു പറയുകയാണ്, എഫാത്ത തുറക്കപ്പെടട്ടെ. ആ നിമിഷം അവൻ്റെ അധരങ്ങൾ തുറക്കപ്പെട്ടു, അവൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു, അവൻ്റെ മനസ്സ് തുറക്കപ്പെട്ടു, അവൻ്റെ ഹൃദയം തുറക്കപ്പെട്ടു. എന്നിട്ട് ആ സിസ്റ്റർ പറയുകയായിരുന്നു, തുറക്കപ്പെട്ട അനുഭവത്തിന് ദൈവത്തിങ്കിലേക്കും മനുഷ്യനിലേക്കും തുറക്കപ്പെട്ട അനുഭവത്തിലേക്ക് കൊണ്ടുവന്നതിന് ദൈവത്തിന് നന്ദി പറയാനാണ് ജൂബിലി ആഘോഷിക്കുന്നതെന്ന്. എനിക്കത് വളരെ ശരിയായിട്ട് തോന്നി. ഇന്നെനിക്കും തോന്നുന്നതാണ്, ദൈവത്തിങ്കിലേക്ക് തുറക്കപ്പെട്ട അനുഭവത്തിന്, മനുഷ്യനിലേക്ക് തുറക്കപ്പെട്ട അനുഭവത്തിന് ഇന്ന് നമ്മുടെ വിൻസെൻ്റ് പിതാവ് ദൈവത്തോട് നന്ദി പറയുന്നു, മനുഷ്യരോട് നന്ദി പറയുന്നു. ഈ നന്ദി പറയൽ മുഴുവൻ തൻ്റെ മനസ്സും തൻ്റെ ശരീരവും ആത്മാവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആ തുറക്കപ്പെട്ട അനുഭവം ഇന്ന് വരെയും ജീവിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ബ്യൂട്ടിഫുൾ ആണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, മദർ തെരേസയെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ പുസ്തകം സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടി സുന്ദരമായ എന്തെങ്കിലും. അത് എഴുതിയത് നിരീശ്വരവാദിയായ മാൽക്കം മാഗ്രിഡ്ജ് ആണ്. മാൽക്കം മാഗ്രിഡ്ജ് ആ പുസ്തകം എഴുതിയതിനു ശേഷം മദർ തെരേസയുടെ അടുത്ത് വന്ന് പറയുകയാണ്, ഈ പുസ്തകത്തിന് ഒരു പേര് കൊടുക്കാൻ. മദർ പറഞ്ഞു, നിങ്ങൾ എഴുതിയ പുസ്തകത്തിന് നിങ്ങൾ തന്നെ പേര് കൊടുത്തുള്ളൂ, ഞാനെന്തിനാ പേര് കൊടുക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മദർ ഇതിന് പേര് കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പള്ളിക്കകത്തേക്ക് കയറി പ്രാർത്ഥിച്ചതിന് ശേഷം വന്ന് പറയുകയാണ്, ആ പുസ്തകത്തിന് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് എന്ന് എഴുതിക്കൊള്ളുവെന്ന്. നിരീശ്വരവാദിയായ മാൽക്കം മാഗ്രിഡ്ജിനോടാണ് ഈ മദർ തെരേസ അങ്ങനെ പറഞ്ഞത്. ആ പുസ്തകത്തിന് അദ്ദേഹം ആ പേര് നൽകുകയും ചെയ്തു, സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. 50 വർഷക്കാലം നമ്മുടെ പിതാവ് ചെയ്തത്, he was doing something beautiful for God and he was doing something beautiful for the people of God. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് വലിയൊരു മുന്നേറ്റം നടത്താൻ ഈ പിതാവിന് സാധിച്ചിട്ടുണ്ടെന്ന്
ഇവിടെ ആദ്യമേ തന്നെ ഇൻട്രൊഡക്ഷൻ പറയുന്നവർ പറയുകയുണ്ടായി. എന്തെല്ലാം മുന്നേറ്റമാണ്. ആത്മായ മുന്നേറ്റം നടത്തി, സാംസ്കാരികമായി മുന്നേറ്റം നടത്തി, രാഷ്ട്രീയപരമായി മുന്നേറ്റം നടത്തി, വിദ്യാഭ്യാസപരമായി മുന്നേറ്റം നടത്തി, ആത്മീയമായി മുന്നേറ്റം നടത്തി. അങ്ങനെ നെയ്യാറ്റിൻകരയിലെ ജനങ്ങളെ സർവതോന്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് അവരെ വലിയ ആളുകളാക്കുന്നതിന് വേണ്ടി he was doing something beautiful for the people of God. അതുകൊണ്ട് ഈ ജൂബിലി ആഘോഷിക്കുന്നത് ഏറ്റവും ഉചിതമാണെന്ന് ഞാൻ കരുതുകയാണ്.